ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവിടെയും ഇവിടെയുമായി ദൈവം തന്നെ ജനത്തെ പരിപാലിക്കുന്ന വലിയ അതേ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പ്രൈസലോ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിന്റെ തുടർച്ചയായി തന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അന്ത്യകാല പ്രവചനങ്ങളുടേതായ വിഷയത്തിൽ 11 കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം വരെ ചിന്തിപ്പാനായിട്ട് ദൈവം സഹായിച്ചു. നാം ഒടുവിലായിട്ട് പറഞ്ഞു നിർത്തിയതായ വിഷയം 11ാമത്തെ വിഷയമാണ്. 11ാമത്തെ വിഷയം ഓർമ്മ കാണുമെന്ന് കരുതുന്നു. സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട സാത്താനെ ഭൂമിയിൽ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന് തന്നെ ബന്ധിച്ച് അഗാധ കൂപത്തിൽ ഇടുന്നതായ വിഷയമാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. സാത്താൻ ബന്ധിക്കപ്പെടുകയാണ്. അത് വളരെ നിസ്സാരമായിട്ടാണ് ആ ദൂതൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്താൽ നിയോഗിതരായിരിക്കുന്നതായ ദൂതന്മാരുടെ മുമ്പിൽ അല്പം കൂടെ ധൈര്യത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ദൈവജനത്തിനു മുമ്പിൽ സാത്താന് നിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് ധൈര്യം തരുന്നതായ വിഷയം. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ നമ്മെ ഓർപ്പിക്കുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആ ഒരു ധൈര്യം നമുക്കുള്ളത് കൊണ്ട് ദൈവസന്നിധാനത്തിൽ നമുക്ക് വളരെ പ്രത്യാശയോടെ ആയിരിക്കാൻ ഇടയാകുന്നു. കഷ്ടതകളോ പ്രയാസങ്ങളോ ശത്രുവിൻ്റെതായിട്ടുള്ള എതിർപ്പുകളോ ഒക്കെ വന്നാലും പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ജയാളിയായ കർത്താവാണ് നമ്മോട് കൂടെ ഉള്ളത്. ആ കർത്താവിൽ ആശ്രയം വയ്ക്കുന്നിടത്തോളം നമുക്ക് ഭയപ്പെടേണ്ടതായ കാര്യമില്ല. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 12ാമത്തെ വിഷയമാണ് ഈ രാത്രിയിൽ ചിന്തിപ്പാനായിട്ട് ഞാൻ സമയമെടുക്കുന്നത്. ഒക്കുമെങ്കിൽ 12ഉം 13ഉം വിഷയങ്ങൾ ഇന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 12ാമത്തെ വിഷയം, സാത്താനെ ബന്ധിച്ച് അഗാധ കൂപത്തിലിട്ടു. കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ തന്റെ മഹത്വ പ്രത്യക്ഷതയോടെ കടന്നു വരുന്നു. ശത്രുക്കളെ എല്ലാം കർത്താവ് എന്ത് ചെയ്തു? ഇതിനോടകം തന്നെ നിഗ്രഹിക്കുന്നു. ഇനിയും ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനിരിക്കുന്നത് കർത്താവിന്റെ രാജ്യമാണ്. നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥന കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. അവിടെ ഇങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം, അതായത് ദൈവരാജ്യം, ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും എന്നുള്ളതായ ആ വലിയ സംഭവം പിതാവായ ദൈവം തന്റെ മക്കളെ കാലാകാലങ്ങളിലായി, അതായത് ഇസ്രായേൽ ജനത്തെ കാലാകാലങ്ങളിലായി അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമ വിശുദ്ധന്മാർക്കെല്ലാം വളരെ പ്രത്യാശയോടെ അവർ കാത്തിരുന്നതായ ഒരു കാര്യമാണ് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. അതിന് ദൈവം തങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വരും. അപ്പോ ആ ഭൂമിയിലേക്ക് വരുന്നതായ മിശിഹാ തമ്പുരാനെയാണ് ആ ഇസ്രായേൽ ജനം ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നതായ കർത്താവിനെ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കുവാനിടയായി. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, എല്ലാ കണ്ണുകളും കർത്താവിനെ കുത്തിത്തുളച്ചവരും അവരെ കാണും എന്നാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നതായ കർത്താവിനെ യഹൂദന്മാർ ഉറ്റുനോക്കുമ്പോ ഒരു കാര്യം അവർക്ക് വ്യക്തമായി. അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ അവർ പറയുവാനിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ കുത്തിത്തുളച്ചതായ ആ യേശുവാണല്ലോ ഈ മിശിഹ എന്ന് പറഞ്ഞ് അവർ യേശുവിനെ അംഗീകരിക്കുവാനും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവരെല്ലാവരും അനുതാപത്തിന്റെ ആത്മാവിനാൽ, മാനസാന്തരത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ആഴമായ കൃപ അവരുടെ മേൽ പകരുകയും ചെയ്യും. അപ്പോ ആ കൃപ അവരുടെ മേൽ വരുന്നത് കൊണ്ട് ദൈവത്തിന്റെ കൃപ ഈ യഹൂദന്മാരുടെ മേൽ ധാരാളമായി ചൊരിയുന്നത് കൊണ്ട് മാനസാന്തരം അവരുടെ ജീവിതത്തിൽ ആഴമായി വരുവാനിടയാകും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം കൊണ്ടല്ല മാനസാന്തരം ഉണ്ടാകുന്നത്. നല്ലവനാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല മാനസാന്തരം വരുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടൊന്നും അവർ വരുന്നതല്ല. ഞാൻ പാപിയാണ്, ഞാൻ അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ പാപം വിട്ടുകളഞ്ഞ് പാപം ഉപേക്ഷിച്ച് ദൈവവൈദ്യരായി തീരുവാനായിട്ട് പോകുന്നു എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നത് അവന്റെ സ്വഭാവത്തിനോ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ വരുന്നതായ വ്യതിയാനം കൊണ്ടല്ല. അതിന്റെ പിന്നിൽ, ആ വ്യതിയാനം വരുന്നതിന് പിന്നിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചില്ലെങ്കിൽ മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്ന് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തു കഴിഞ്ഞപ്പോ വചനം നാം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായ നിലയിലേക്ക് നാം എത്തിയപ്പോ ദൈവം നമ്മുടെ മേൽ തന്റെ കൃപ പകർന്നത് കൊണ്ടാണ് അനുതാപത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. ആ അനുതാപത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണം ദൈവത്തിന്റെ കൃപയാണ്. അപ്പോ വരുന്നതായ യേശുവിനെ മിശിഹായാണെന്ന് യഹൂദജാതി തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞതായ യഹൂദജാതി തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു പോയതായ കുറ്റത്തെ കുറിച്ച് അവർ ബോധവാന്മാരാകുകയും ചെയ്യുമ്പോ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ധാരാളമായി പകരും. യഹൂദജാതി ഒന്നടങ്കം ഒരൊറ്റ ദിവസം കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയാകും. അവർ രാജാവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. 2000 വർഷത്തിന് മുമ്പ് രാജാവായി വന്നതായി യേശുവിനെ അവർ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അന്ന് സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാതെ ഇരുന്നത്. പക്ഷേ ഇപ്പോൾ ഒലിവുമലയിലേക്ക് ഇറങ്ങി വന്നതായ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു, രാജാവായിട്ട് അവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അടുത്തത് എന്ത് ചെയ്യണം? സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടണം. സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ സ്വർഗരാജ്യത്തിലെ രാജാവായിരിക്കുന്ന അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡിലായിരിക്കണം ഈ കാണുന്നതായ ഭൂമി. പക്ഷേ ഭൂമിയുടെ സ്ഥിതി അതല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ ഭൂമി ഇപ്പോൾ തന്നെ വഷളത്വം നിറഞ്ഞതാണ്, ഇപ്പോൾ തന്നെ തിന്മ നിറഞ്ഞതാണ്, ഇപ്പോൾ തന്നെ ദുഷ്ടത നിറഞ്ഞതാണ്. എങ്ങോട്ട് നോക്കിയാലും പാപമേ ഉള്ളൂ, എങ്ങോട്ട് നോക്കിയാലും ദുഷ്ടതയേ ഉള്ളൂ, എങ്ങോട്ട് നോക്കിയാലും ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഭൂമി മുഴുവനും പാപത്താൽ, ദൈവത്തിന്റെ ഹിതകരമല്ലാത്തതായ കാര്യങ്ങളാൽ ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോഴോ ഇതിനേക്കാൾ 100 മടങ്ങ് അല്ലെങ്കിൽ അനേക മടങ്ങ് ഇവിടെ ദുഷ്ടത കൊണ്ട് നിറയുവാനിടയാകും. കാരണം എന്താ? ദുഷ്ടതയുടെ അധിപനായ പിശാചാണ് പിന്നെ ഈ ലോകത്തെ അടുത്ത 7 വർഷം ഭരിക്കുന്നത്. ആ 7 വർഷം ഭരിക്കുമ്പോ ഭൂമിയിൽ ദുഷ്ടതയുടെ ഏറ്റവും പരമോന്നതിയിലേക്ക് എത്തുവാനായിട്ടിടയാകും. ദൈവത്തിനൊരു മനുഷ്യനെ ശിക്ഷിക്കണമെങ്കിൽ ആ ശിക്ഷയ്ക്കനുസരിച്ച് അവൻ തെറ്റ് ചെയ്തെങ്കിലേ കഴിയൂ. എന്നെ പറഞ്ഞ് മനസ്സിലായോ? തെറ്റ് ചെയ്ത ഉടനെ
ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നില്ല. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, അവന് ആ തെറ്റു മനസ്സിലാക്കി മാനസാന്തരപ്പെടുവാനുള്ളതായ സമയം ദൈവം കൊടുക്കുന്നത് കൊണ്ട് ആ സമയം വരെ ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കുന്നില്ല. രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്. ആ ദേശത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാപം എത്രത്തോളം വർദ്ധിക്കുമോ പരമാവധി ആ പാപം വർദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദൈവം ശിക്ഷയ്ക്കായിട്ട് വിധിക്കത്തുള്ളൂ. അത് നമുക്ക് ആമോസിന്റെ പ്രവചനം വായിച്ചാല് ഒത്തിരി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന ആളിന്റെ ദുഷ്ടത തികഞ്ഞിട്ടില്ല, ഇന്ന രാജ്യത്തിന്റെ ദുഷ്ടത തികഞ്ഞിട്ടില്ല, ഇന്ന ദേശത്തിന്റെ ദുഷ്ടത തികഞ്ഞിട്ടില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് തികയുമ്പോൾ അവർക്ക് വെച്ചിരിക്കുന്നതായ ആ ദൈവക്രോപം അവരുടെ മേൽ പകരുവാനായിട്ടിടയായിട്ട് തീരും. നമുക്ക് സോദോമിന്റെയും ഗോമോറയുടെയും കാര്യം പെട്ടെന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരണം. സോദോം ഗോമോറയുടെയും പാപം വളരെ മുമ്പ് തന്നെ ആ പാപത്തിൽ അകപ്പെട്ടതാ. പക്ഷേ ആ പാപം എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ എത്തത്തക്ക വിധത്തിൽ അവരുടെ പാപം കുന്നിച്ച് അല്ലെങ്കിൽ കുന്നുപോലെയായി ആ പാപം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോ ആ ദേശത്തെ മുഴുവൻ നശിപ്പിക്കത്തക്കതായ ആ പാപത്തിന്റെ വളർച്ച പൂർത്തീകരിച്ചപ്പോഴാണ് സോദോമിന്റെ മേൽ തീ ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവകോപം ഭൂമിയുടെ മേൽ ചൊരിയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഭൂമിയുടെ മേൽ ദൈവക്രോധം പകരാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം ഒന്ന് തന്നെയാണ്. എന്താണ് ഉത്തരം? പ്രൈസ് ദി ലോർഡ്. ആ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ പാപത്തിന്റെ മൂർധന്യാവസ്ഥ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്താ വരാത്തത്? ഒരു കൂട്ടം ദൈവത്തിന്റെ ജനം ഈ ഭൂമിയിലുള്ളത് കൊണ്ട് അവർ ഈ ഭൂമിക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുകയും അവർ മധ്യസ്ഥത ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഭൂമിയുടെ മേൽ ഇപ്പോൾ ദൈവക്രോധം ചൊരിയുവാൻ ദൈവത്തിന് കഴിയില്ല. എന്നാൽ ഇപ്പോൾ മധ്യസ്ഥരായി നിൽക്കുന്ന, ഭൂമിക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നതായ ദൈവത്തിന്റെ ജനം ഇവിടെ നെടുക്കപ്പെടുകയും പകരം ദുഷ്ടനും പിശാചും സാത്താനുമായ പഴയ പാമ്പായ മഹാസർപ്പം ഭൂമിയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു കഴിയുമ്പോ പാപം ഇന്നുള്ളതിന്റെ അനേക മടങ്ങ് വർദ്ധിക്കുവാൻ ഇടയായിട്ട് തീരും. ആ കോപമാണ്, അല്ലെങ്കിൽ ആ പാപത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ക്രോധം 7 മുദ്രയായും 7 കാഹളങ്ങളായും 7 ക്രോധ കലശങ്ങളായും ഭൂമിയുടെ മേൽ ചൊരിയാൻ കാരണം, അതോടുകൂടെ ഭൂമിയുള്ള സകലതും നശിപ്പാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, നാം മനസ്സിലാക്കേണ്ടതായ ഒരു ആത്മീയ വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഒരു വ്യക്തി പാപം ചെയ്താൽ, നമുക്കറിയാവുന്ന ഒരു വ്യക്തി അവൻ തെറ്റ് ചെയ്യുമ്പോ എന്തുകൊണ്ട് ദൈവം അവനെ ശിക്ഷിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മളെ ചോദിക്കും. അവൻ അത്രയും പാപം ചെയ്തല്ലോ, അവൻ അത്രയും തെറ്റ് ചെയ്തല്ലോ, ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ, എനിക്ക് ദൈവത്തിന്റെ ശിക്ഷ വരുന്നു, അവൻ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നാം എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ, ആ സഭ പറഞ്ഞതുപോലെ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നുന്നു എന്നുള്ളതായ നിലയിലേക്ക് നാം വരുവാനിടയുണ്ട്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന് 12 മക്കളുണ്ട്. അതിൽ 12 പേരിൽ ഏറ്റവും മൂത്തവന്റെ പേരാണ് രൂബേൻ. പ്രൈസ് ദി ലോർഡ്. അവര് ജനിച്ചു, പ്രായമായി യുവത്വത്തിലേക്ക് കടന്നു. ഒരിക്കൽ യാക്കോബ് ഒരു കാര്യം കേട്ടു. യാക്കോബ് എന്താ കാര്യം കേട്ടത്? രൂബേൻ ഒരു വലിയ പാപം ചെയ്തു എന്ന ഒരു വാർത്ത യാക്കോബ് കേട്ടു. എന്താ അവൻ ചെയ്തതായ പാപം? അവൻ ചെയ്തതായ പാപം ഇതാണ്: അപ്പന്റെ കിടക്കമേൽ കയറി അപ്പന്റെ കിടക്കയെ അശുദ്ധമാക്കി.
പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? അപ്പന്റെ ഭാര്യയെ രൂബേൻ എന്ത് ചെയ്തു? പരിഗ്രഹിക്കുവാനായിട്ടിടയായി. യാക്കോബിന്റെ ഭാര്യയെ രൂബേൻ പരിഗ്രഹിച്ചു. ഇത് യാക്കോബ് കേട്ടു. പ്രൈസ് ദി ലോർഡ്. സാധാരണ രീതിയിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? സാധാരണ രീതിയിൽ ചെയ്യേണ്ടിയിരുന്നത് ആ മകനെ അപ്പോൾ തന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി പ്രൈസ് ദി ലോർഡ് തക്കതായ ശിക്ഷ അവന് കൊടുക്കണം. അതാണ് വേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഭാഗം വായിക്കുന്നൊരു കാര്യമുണ്ട്. യാക്കോബ് അത് കേട്ടു, ഒന്നും റിയാക്ട് ചെയ്തില്ല. യാക്കോബ് ഒന്നും റിയാക്ട് ചെയ്തില്ല കേട്ടോ. അത് കേട്ടിട്ട് ഒരു കാര്യവും അവൻ രൂബേനെ വിളിച്ച് ചോദിച്ചില്ല. യാക്കോബിന്റെ മറ്റ് മക്കളോടും അത് പറഞ്ഞില്ല. യാക്കോബിന്റെ അടുത്ത് നിൽക്കുന്നതായ യാക്കോബിന്റെ ബാല്യക്കാരോട് അവനോട് പകരം ചോദിക്കണമെന്ന് പറഞ്ഞില്ല. യാക്കോബ് കേട്ട് മിണ്ടാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറെ നാൾ കഴിഞ്ഞു. ഏതാണ്ട് വയസ്സ് 147 വയസ്സായപ്പോ ഫറവോന്റെ മുമ്പിൽ യാക്കോബ് എത്തി. വയസ്സ് എന്ന് വൃദ്ധനായി കഴിഞ്ഞപ്പോ 12 മക്കളെയും അരികെ വിളിച്ചു. അരികെ വിളിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് രൂബേനെ ആദ്യം വിളിച്ചിട്ട് അവന് കിട്ടേണ്ടിയിരുന്നതായ ആദ്യജാതന്റെ ആ അനുഗ്രഹം അവനിൽ നിന്ന് എടുത്തു മാറ്റി. ആ അനുഗ്രഹം രൂബേന് കൊടുത്തില്ല. പകരം യാക്കോബ് പറഞ്ഞത്, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ഒരു നാളും ശ്രേഷ്ഠനാകയില്ല എന്ന് പറഞ്ഞ് അവന്റെ അനുഗ്രഹത്തെ അതുപോലെ എടുത്തു കളയുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയേണ്ടതായിരുന്നു ഇത്, എന്ന് കൊടുക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അവൻ കൊടുക്കാതെ, ആ കൊടുക്കേണ്ടതായ സമയത്ത് കൊടുക്കാതെ, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കേണ്ടതായ സമയത്ത് അവന്റെ അനുഗ്രഹത്തെ എടുത്തു മാറ്റി അതൊരു ശാപത്തിന്റെ നിഴലിലേക്ക് രൂബേനെ മാറ്റുവാൻ ഇടയായി. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ആ 12 ഗോത്രങ്ങളിൽ രൂബേന്റെ ഗോത്രം മാത്രമേ ഭരണസാരഥ്യം വഹിക്കുവാൻ കഴിയാത്ത ഒരു ഗോത്രമായിരുന്നു. ബാക്കിയുള്ള മിക്കവാറും എല്ലാ ഗോത്രത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഭരണാധികാരി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇസ്രയേലിന്റെ നായകനായി വന്നിട്ടുണ്ട്. പക്ഷേ രൂബേൻ ഗോത്രത്തിൽ നിന്ന് ഒരുവനും എന്തായി വന്നിട്ടില്ല? ഇസ്രയേലിന്റെ നായകനായി വന്നിട്ടില്ല. കാരണം എന്താ? യാക്കോബ് അവൻ ചെയ്ത പാപത്തെ കുറിച്ച് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നാം പാപം ചെയ്യുമ്പോൾ, നാം തെറ്റ് ചെയ്യുമ്പോൾ, അകൃത്യത്തിൽ അകപ്പെടുമ്പോൾ ദൈവം കേട്ടുമിണ്ടാതിരിക്കുന്നത് നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഉള്ളതായ കാലം തരികയാണ്. അതിന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കഴിയത്തില്ല എങ്കിൽ അതിന് ശിക്ഷ വിധിക്കുന്നതായ ഒരു കാലം ശേഷിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതായ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവായ യേശു എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോ സ്വർഗരാജ്യം എവിടെ സ്ഥാപിക്കണം? ഭൂമിയിൽ സ്ഥാപിക്കണം. അത് സ്വർഗരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡും പ്രകാരമായിരിക്കണം. ആ സ്റ്റാൻഡേർഡിൽ ആ സമയത്ത് സ്വർഗരാജ്യം സ്ഥാപിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്താ കഴിയാത്തതിന് കാരണം? ആ മലിനമായിരിക്കുന്നതായ ലോകം, ദുഷ്ടത നിറഞ്ഞിരിക്കുന്നതായ ലോകം, അത് 7 വർഷം കൊണ്ട് നശിപ്പിച്ച് ഭൂമിയുള്ളതായ സകലതും നാമാവശേഷമായി ദുർഗന്ധം വമിക്കത്തക്കതായ രീതിയിൽ, പാർക്കാൻ കൊള്ളരുതാത്തതായ രീതിയിൽ ഭൂമിയുടെ ഉപരിതലം മൊത്തം എന്ത് ചെയ്തു? നാശത്തിന്റെ ആ അടിത്തട്ടിലേക്ക് അങ്ങ് മാറിയിരിക്കുക. അപ്പൊ ഭൂമി എന്ത് ചെയ്യണം? ഭൂമി ശുദ്ധീകരിക്കപ്പെടണം. ഒരു ശുദ്ധീകരണം നടത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ 12ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഭൂമിയുടെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണത്തോടൊപ്പം നടക്കുന്നതായ ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പ്രവാചകനായ യെശയ്യാവ് എഴുതിയതായ പ്രവചന പുസ്തകം 51-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യം ഞാൻ വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 51-ാം അധ്യായത്തിന് 11 എടുത്തു.
യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. ഈ 12ാമത്തെ സംഭവമായി നടക്കുന്നതിൽ ഒരു വിഷയമാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത വിഷയം എന്ന് പറയുന്നത് ഭൂമിയുടെ ശുദ്ധീകരണമാണ്. അപ്പോ ഭൂമിയുടെ ശുദ്ധീകരണത്തെ കുറിച്ച് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ഈ 2ാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഭൂമിയുടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിൽ ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിൽ ശുദ്ധീകരിക്കപ്പെടാൻ ഭൂമിയിലെ ഒരു ക്ലീനിങ് കമ്പനിക്കും പറ്റുകയില്ല. ഏതൊരു ക്ലീനിങ് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാലും സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ സംഘത്തെ ഇറക്കി അവർ ഭൂമിയെ ശുദ്ധീകരിക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ അവർക്കറിയാം ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, സ്വർഗത്തിലെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ള കാര്യം ദൂതന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് ദൂതന്മാർ 3 ഘട്ടമായിട്ടാണ് ഈ ഭൂമിയുടെ മേലുള്ളതായ ശുദ്ധീകരണ പ്രക്രിയ തീർക്കുന്നത്. അത് 1ാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കാണുന്നതായ മാലിന്യങ്ങളെല്ലാം മാറ്റി ഡെഡ് ബോഡി എല്ലാം ചിതറി കിടക്കുകയാണ്. അവിടങ്ങളിൽ ചിലയിടത്ത് കൂന കൂടി കിടക്കുന്നു, ചിലയിടത്ത് അഴി കിടക്കുന്നു, ഭൂകമ്പ നിമിത്തം കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു, റോഡുകളെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു. പാർപ്പാൻ കഴിയാത്ത രീതിയിൽ ഭൂമി വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? വർഷങ്ങളെടുത്തോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളെടുത്തോ ഒന്നും അത് ശുദ്ധീകരിക്കാനുള്ള സമയമില്ല. കാരണം സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മിന്നൽ വേഗത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്തേണ്ടതിന് ദൂതന്മാരെ ഭൂമിയിലേക്ക് ദൈവമാക്കും. ഭൂമിയിൽ ദൂതന്മാർ വന്ന് അവരെ ഭൂമി ശുദ്ധീകരിക്കും. ഭൂമിയുടെ സകല വേസ്റ്റുകളും മാറ്റി അത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് ഭൂമി ശുദ്ധീകരിച്ചു കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ വിഭാഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വരും. അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ, അതായത് എതിർക്രിസ്തു ഭരിച്ചിരുന്നതായ ആ 7 വർഷത്തിനുള്ളിൽ യഹൂദന്മാർക്ക് വന്നതായ പീഡ നിമിത്തം യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? ദേശത്തെല്ലായിടത്തും, രാജ്യത്ത്, ഭൂമിയിൽ എല്ലായിടത്തും ചിതറിപ്പോകുവാനിടയാണ്. എല്ലായിടത്തും. അതിൽ കുറച്ചു പേരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതായിരിക്കും, കുറച്ചുപേരുടെ മക്കൾ നഷ്ടപ്പെട്ടതായിരിക്കും, ചിലര് അംഗഹീനരായി ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കും, ചിലർ ആരും നോക്കുവാനില്ലാതെ അഗതികളായി അലയുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെ യഹൂദന്മാർ പല രീതിയിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കഷ്ടതയുടെ പാരമ്യത്തിലെത്തിയിട്ട് അവർ ഭൂമി മുഴുവനും ചിതറിപ്പോകുവാനായിട്ട് ഇടയായിട്ട് തീരുമ്പോ വായിച്ചതായ വാക്യം എന്താണ്? യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. യെശയ്യാ പ്രവാചകൻ എഴുതിയതാണത്. 51-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ആരാണ് യഹോവയുടെ വിമുക്തന്മാർ? യഹോവയുടെ വിമുക്തന്മാർ ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതായ യഹോവയുടെ വിമുക്തന്മാർ എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. യഹൂദന്മാർ എന്ത് ചെയ്യും? സന്തോഷത്തോടെ ഈ യെരുശലേമിലേക്ക് മടങ്ങി വരും. അവർ സന്തോഷത്തോടെ മടങ്ങി വരികയല്ല, അവരെ മടക്കി വരുത്തുകയാണ്. ആരാണ് മടക്കി വരുത്തുന്നത്? സ്വർഗത്തിലെ ദൂതന്മാർക്ക് 2ാമത്തെ ഗ്രൂപ്പായ സ്വർഗത്തിലെ 2ാമത്തെ ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നതായ ഉത്തരവാദിത്വമാണ് യഹോവയുടെ വിമുക്തന്മാരെ മടക്കി വരുത്തണം. അവര് രാജ്യങ്ങളിലേക്ക് എല്ലായിടത്തും ഭൂമിയുടെ 4 അറ്റം വരെയും പോയി എവിടെയൊക്കെ യഹൂദന്മാരുണ്ടോ അവിടുന്നൊക്കെ അവരെ പിക്ക് ചെയ്ത് അവരെ യെരുശലേമിലേക്ക് കൊണ്ടുവരും. അപ്പൊ ദൂതന്മാർ കൊണ്ടുവരുമ്പോ അവർക്ക് പിന്നെ ദുഃഖമില്ല, അവർക്ക് പിന്നെ സങ്കടമില്ല, അവർക്ക് പിന്നെ കണ്ണുനീരില്ല. അവരെന്ത് ചെയ്യും? ഉല്ലാസഘോഷത്തോടെ രാജാവിനെ കാണുവാൻ, മഹാരാജാവിനെ കാണുവാൻ അവന്റെ ദൂതന്മാർ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത് കൊണ്ട് അവർ ഉല്ലാസഘോഷത്തോടെ കടന്നു വരും. Therefore the redeemed of the Lord shall return.
and come with singing unto Zion. സീയോനിലേക്ക് അവർ ഉല്ലാസഘോഷത്തോടെ പാട്ടോടെ കടന്നു വരുമെന്നാണ്. അപ്പം ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, ഇവിടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന്, യുഎഇയിൽ നിന്നുണ്ടെങ്കിൽ അവിടെ നിന്ന്, അമേരിക്കയിലുണ്ടെങ്കിൽ അവിടെ നിന്ന്, ഭൂമിയുടെ 4 അറ്റങ്ങളിൽ നിന്നും യഹൂദന്മാരെ ഒന്നടങ്കം യെരൂശലേമിലേക്ക് കൂട്ടിവരുത്തും. മാത്രമല്ല, 3ാമത്തെ ഗ്രൂപ്പ് ദൂതന്മാർ അവര് നിർബന്ധമായും ഭൂമിയിലുള്ളതായ സകല ആൾക്കാരെയും മഹാരാജാവിന്റെ അടുക്കൽ ചെന്ന് മഹാരാജാവിനെ വണങ്ങേണ്ടതിന് അവരെ നിർബന്ധമായി കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഈ മഹാരാജാവിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഭൂമിയുടെ അധിപനായ സൃഷ്ടാവായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു യെരൂശലേം ഭരിക്കുവാനായിട്ട് പോകുകയാണ്. ആ രാജാവിന്റെ അടുക്കിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആ ഭൂമിയിലുള്ളതായ സകല ജനത്തെയും യെരൂശലേമിലേക്ക് കൂട്ടിവരുത്തുവാനിടയാകും. അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഈ ഭൂമിയിലെ ജനങ്ങളെല്ലാം കൂടെ എങ്ങനെ യെരൂശലേമിലെത്തും? പ്രൈസ് ദി ലോർഡ്. എല്ലാ ജനവും യെരൂശലേമിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നാം അതേക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം ആൾറെഡി നമുക്കറിയാം, 2/3 മനുഷ്യരിൽ 2/3 ഇതിനു മുമ്പ് തന്നെ മരിച്ചൊടുങ്ങി കഴിഞ്ഞു. ആകെ 1/3 ശേഷിച്ചിട്ടുള്ളൂ. ഈ 1/3 തന്നെ കടന്നു വരുമ്പോ നമ്മള് സക്കറിയ പ്രവചനത്തിൽ വായിക്കുന്നു, ഒലിവുമല 2ആയി പിളർന്ന് വലിയൊരു താഴ്വര ഉളവായി വരും. ഇപ്പോഴുള്ളതായ ഒലിവുമല പിളർന്ന് 2ആയി മാറിയിട്ട് വലിയൊരു താഴ്വര ഉളവായി വരും. മാത്രമല്ല, എല്ലാ കുന്നുകളും മലയും നികരുവാനായിട്ടിടയാകും. ഒരു വലിയ സമതലം ഒരുങ്ങപ്പെടും. എവിടെ? യെരൂശലേമിൽ ഒരു വലിയ സമതലം ഒരുങ്ങപ്പെടും. ഈ സമതലത്തിൽ എണ്ണിക്കൂടാൻ വയ്യാത്തതായ ഭൂമിയിലെ ജനങ്ങളെ എല്ലാം ദൂതന്മാർ അവിടെ കൂട്ടിവരുത്തും. എന്തിനാണ്? മഹാരാജാവിന്റെ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി, മഹാരാജാവിന്റെ ആ സ്ഥാനം ഉറപ്പിക്കേണ്ടതിന് വേണ്ടി, ആ സ്ഥാനാരോഹണം, സിംഹാസനം വെക്കുന്നത് എല്ലാവരും കാണേണ്ടതിന് വേണ്ടി ഭൂമിയിലെ സകല രാജ്യങ്ങളും അവിടെ കടന്നു വരുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കാണുക യെരൂശലേമിൽ കർത്താവ് തന്റെ സിംഹാസനം വെക്കുവാനായിട്ടിടയാകും. അപ്പൊ 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, ഭൂമി മുഴുവനും ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്നതായ ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ ജനത്തിന്റെ മടങ്ങിവരവ്, യഹൂദന്മാരുടെ മടങ്ങിവരവ് ഒരു സെക്ഷൻ, ഭൂമിയിലുള്ളതായ സകല ജനത്തിന്റെയും യെരൂശലേമിലെ കൂടിവരവ് 2ാമത്തെ സെക്ഷൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഇതോടുകൂടെ മഹാരാജാവിന്റെ സിംഹാസനാരോഹണത്തിന് സമയമായി. 1, ഭൂമി ശുദ്ധീകരിക്കപ്പെട്ടു. 2, പ്രജകളെല്ലാം ഒന്നിച്ചു വന്നു. ഇനിയും സിംഹാസനത്തിൽ കേറിയാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ വായിച്ചു, 8ാമത്തെ സംഭവമായി നമ്മൾ വായിച്ചത്, കർത്താവിന് എന്ത് ചെയ്തു? കർത്താവിന് സകല അധികാരവും സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടാണ് കർത്താവിനെയും തന്റെ കാന്തയായ പുതിയ നിയമസഭയെയും ഭൂമിയിലേക്ക് പിതാവ് അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ സിംഹാസനാരോഹണ ചടങ്ങിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പുതിയ നിയമ സഭയാണ്, അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്നതായ നാം ആണ്. കർത്താവിന്റെ അടുക്കൽ നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ, ഏറ്റവും പ്രധാനപ്പെട്ടതായ വ്യക്തികൾ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് പ്രൈസ് ദി ലോർഡ് ആ ഭൂമിയുടെ 4 അറ്റങ്ങളിൽ നിന്നും കൂട്ടി വരുത്തിയതായ യഹൂദന്മാർ ആ സിംഹാസനത്തിന്റെ ഒരു വശത്ത് അങ്ങനെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ സമയത്താണ് എന്താ സംഭവിക്കുന്ന അറിയാമോ? ആ കൂടി വന്നതായ ഇസ്രായേൽ കാണുന്നത് പുതിയ നിയമ സഭയുടെ ആ സ്ഥാനം എന്താണെന്നുള്ള കാര്യം.
അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം എന്താണെന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഈ അതായത് അവർ മാനസാന്തരത്തിലേക്ക് തിരിയുന്നത് വരെ അവർ കരുതിയിരുന്നത് വെറും നായ്ക്കളെന്ന് കരുതിയിരുന്നതായ ജാതികൾ, ആ ജാതികളിൽ നിന്ന് വേറിട്ട് വന്നതായ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പുതിയ നിയമ സഭ എന്നറിയപ്പെടുന്നതായ വ്യക്തികൾ, അവരാരായിരുന്നു? അവർ ഒരിക്കൽ ജാതികളായിരുന്നു. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, നിങ്ങൾ മുമ്പേ ന്യായപ്രമാണം ഇല്ലാത്തവരായിരുന്നു, മുമ്പേ നിങ്ങൾ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു, മുമ്പേ നിങ്ങൾ ദൈവത്തിന്റെ ഭവനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു, മുമ്പേ നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു. ആ ദൈവമില്ലാതിരുന്ന ദൂരസ്ഥന്മാരായിരുന്ന ഒന്നുമല്ലാതിരുന്നതായ ആ ജനം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്നതായ യേശുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചു എന്നുള്ള ഏക കാരണത്താൽ അവർ ആ ഭരണാധികാരിയായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് കാണുമ്പോ ഇസ്രായേൽ ജനത്തിന്റെ ദുഃഖം എത്രയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അവര് വളരെ ദുഃഖത്തോടെ പുതിയ നിയമസഭയെ നോക്കുകയാണ്. എന്താ അവിടെ ദുഃഖത്തിന് കാരണം? അവര് പറയുകയാണ്, ഈ സ്ഥാനം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു, ഈ സ്ഥാനം ഞങ്ങൾക്ക് തരേണ്ടതിനു വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം പുത്രനെ അയച്ചത്. പക്ഷെ അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല, അന്ന് ഞങ്ങൾ തള്ളിക്കളഞ്ഞു, അന്ന് ആ മെശിഹായെ ഞങ്ങൾ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ഈ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചല്ലോ, ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് അവർ സങ്കടത്തോടെ വലിയ വ്യസനത്തോടെ നിൽക്കുന്നതായ കാഴ്ച നമുക്ക് അന്ന് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനമേ, നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഭാഗ്യം വളരെ വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിലല്ല നാം ജനിച്ചത് എങ്കിൽ കൃപായുഗത്തിൽ നാം ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രൈസ് ദി ലോർഡ് നാം അതിന് ആ ഭാഗ്യ പദവിയിലേക്ക് എത്തുവാൻ യോഗ്യരായി തീരുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, കൃപായുഗത്തിൽ ജനിച്ചതായ ലക്ഷോപലക്ഷം ആൾക്കാർ കർത്താവിനെ കാണാതെ അല്ലെങ്കിൽ കർത്താവിനെ തിരിച്ചറിയാതെ, കർത്താവിനെ മനസ്സിലാക്കാതെ, അംഗീകരിക്കാതെ അവർ പാപത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ ഒരു ന്യൂനപക്ഷമായ നമുക്ക് കർത്താവിനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ ഭാഗ്യ പദവിയുടെ മേന്മ കൂട്ടുകയാണ്. അവിടം കൊണ്ടും തീർന്നില്ല, അംഗീകരിച്ചത് കൊണ്ടുമായില്ല. ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട്, ദൈവവചനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ദൈവം ഒരു അവസരമൊരുക്കി, ദൈവം തന്റെ സഭയിൽ നമ്മെ കൂട്ടിച്ചേർത്തു എന്നുള്ളത് ആ ഭാഗ്യ പദവിയുടെ ആക്കം കൂട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ദുഷ്ടന്റെ പരീക്ഷകളിൽ പെട്ടുപോകുവാൻ ഇടയാകാതെ, പാപത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോകുവാൻ ഇടയാകാതെ നിലനിൽപ്പാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യ പദവിയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിപ്പാനിടയായി. ഈ അവസ്ഥകൾ കൂടെ എല്ലാം നാം കടന്നു പോകണം. നമ്മെ തെറ്റിച്ച് കളയുവാൻ, നമ്മുടെ വിരുദ്ധ നഷ്ടപ്പെടുത്തുവാൻ, നമ്മുടെ ലക്ഷ്യമില്ലാതെയാക്കുവാൻ, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ പിശാച് വളരെ ശ്രമിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ തരണം ചെയ്ത് ഒരു ന്യൂനപക്ഷം മാത്രമേ കർത്താവിന്റെ അടുക്കൽ കാണുകയുള്ളൂ. ആ ന്യൂനപക്ഷത്തിൽ ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും നിൽക്കുവാൻ പ്രാപ്തരായാൽ അതാണ് ഭാഗ്യപദവി. അപ്പോ അങ്ങനെയുള്ളതായ ജനത്തെ നോക്കി യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം വളരെ വിഷണ്ണരായി നിൽക്കുമ്പോൾ കർത്താവ് ദൂതന്മാരുടെ അകമ്പടിയോടെ, പ്രൈസ് ദി ലോർഡ്, കെരൂബുകളുടെ സാന്നിധ്യത്തോടെ, സറാഫുകളുടെ ആരാധനയോടെ ഒരുക്കി വച്ചിരിക്കുന്നതായ ആ വലിയ സിംഹാസനത്തിൽ, യെരൂശലേം ദേവാലയത്തിന്റെ സമീപത്തൊരുക്കി വച്ചിരിക്കുന്നതായ ആ വലിയ സിംഹാസനത്തിൽ കർത്താവ് കയറുമ്പോൾ നാം കർത്താവിന്റെ മണവാട്ടിയായി
അടുത്ത് നിൽക്കും. അതാണ് 12ാമത്തെ സംഭവത്തിന്റെ അവസാനം. പ്രൈസ് ദി ലോർഡ്. ഭൂമി ശുദ്ധീകരിക്കപ്പെടുന്നു. 2 വിമുക്തന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ഭൂമിയിലുള്ളതായ സകല മനുഷ്യരെയും ദൂതന്മാർ യെരൂശലേമിലേക്ക് കൂട്ടിവരുത്തുന്നു. അവരുടെ മധ്യത്തിൽ പ്രൈസ് ദി ലോർഡ് കാന്തയുടെ അകമ്പടിയോടെ, അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ അകമ്പടിയോടെ ദൂതന്മാരുടെയും കെരൂബുകളുടെയും സാന്നിധ്യത്തിൽ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ആ സംഭവം 12ാമത്തെ അനുഭവമായി മാറുകയാണ്. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഭൂമിയുടെ അവസ്ഥ തന്നെ മാറ്റപ്പെടും. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഭൂമിയുടെ അവസ്ഥ മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ ആ നന്മയുടെ പൂർണ്ണതയിലേക്ക് വരും. പിന്നെ ഭൂമിയിൽ ഒരിടത്തും മുള്ളും പറക്കാരെയും കാണത്തില്ല. ആവശ്യമില്ലാത്തത്, മനുഷ്യനെ നോവിക്കുന്നത്, മനുഷ്യന് ഹാനി വരുത്തുന്നത് ഒന്നും ആ ഭൂമിയിൽ കാണത്തില്ല. എല്ലാം ഔഷധ ഗുണമുള്ള, എല്ലാം പോഷകാംശമുള്ള ആഹാര പദാർത്ഥമായിട്ട് തന്നെ മാറ്റപ്പെടുകയാണ്. ഇന്ന് നാം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന സസ്യങ്ങൾ ഭൂമിയെ അത് ഏറ്റവും ഫലവത്തായ സ്ഥിതിയിലാണ് സൃഷ്ടിച്ച് നടന്നത്. പക്ഷേ ആദം പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആദം പാപം ചെയ്തതിന്റെ ഫലമായിട്ടാണ് പറക്കാരെയും ഉണ്ടാകുവാനിടയായത്. ഭൂമി അതിന്റെ ഫലം കൊടുക്കാതെ വണ്ണം നീ വിയർപ്പുകൊണ്ട്, നിന്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് നീ ആഹാരം കഴിക്കത്തക്ക രീതിയിൽ നീ വേല ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ആദാം പാപം ചെയ്തതുകൊണ്ടാണ്. ഭൂമി ശപിക്കപ്പെട്ടു പോകുവാൻ കാരണം ആദാമിന്റെ പാപം കൊണ്ടാണ്. അപ്പോ ഭൂമി ആ ആദാമിന്റെ ശാപം കർത്താവായ ഈ ഭൂമിയിൽ തന്നെ സിംഹാസനം വെക്കുന്നതുകൊണ്ട് ആ ശാപത്തിന്റെ അടിസ്ഥാന വേരുകൾ അവരെ പറഞ്ഞു പോകാനിടയാകും. ആ ശാപത്തിന്റെ വേരുകൾ നീങ്ങി പോകാനിടയാകും. ശാപത്തിന്റെ വേരുകൾ നീങ്ങിപ്പോയി കഴിയുമ്പോ ഭൂമി അതിന്റെ ഫലം 100% അത് കൊടുക്കുവാനായിട്ടിടയാകും. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ ഭാഗം നമുക്ക് പഠിക്കുവാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഒരു ചെറിയ പിക്ചറാണ് യെരിഹോ പട്ടണം ഉറ്റുനോക്കുവാൻ ഒരു മുന്തിരിങ്ങക്കൊല 2 പേർ തണ്ടിന്മേൽ വെച്ച് കെട്ടി ചുമന്നുകൊണ്ടാണ് വന്നത്. ഒരു മുന്തിരിക്കൊല. അപ്പൊ എത്രത്തോളം വലിപ്പമുള്ളതായ മുന്തിരിക്കൊലയാ ഉണ്ടായത്? എവിടെ? ഭൂമിയിൽ, ആ ശാപം കിട്ടിയതായ ഭൂമിയിൽ, വാഗ്ദത്ത കനാൻ അവിടെ നിന്നുണ്ടായത്. അങ്ങനെയെങ്കിൽ ശാപം മാറിക്കഴിയുമ്പോൾ ഒരു മുന്തിരിച്ചെടിയിൽ 1000 മുന്തിരിങ്ങക്കൊലകളും ആ ഒരു കുലയിൽ 1000 മുന്തിരിങ്ങയും, ഒരു മുന്തിരിങ്ങ പിഴിഞ്ഞാൽ 1 കുടം ചാറും കിട്ടത്തക്ക രീതിയിലുള്ളതായ ഫലം ഉൾക്കൊള്ളുമെന്നാണ് നമുക്ക് പുസ്തകത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നത്. ഒരാടിനെ കറന്നാൽ ഒരു ഭവനത്തിന് ഉപജീവനം കഴിപ്പാൻ അത് മതി. തൈര് കൊണ്ട് കൊറ്റു കഴിക്കും. പ്രൈസ് ദി ലോർഡ്. പാല് കുടിച്ചിട്ട് തീരാത്തത് കൊണ്ട് അത് തൈരാക്കും. പിന്നെ ആ തൈര് കൊണ്ട് കൊറ്റു കഴിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉപജീവനം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത്രത്തോളം ഭൂമി അതിന്റെ ഫലപുഷ്ടിയിലേക്ക് വരുവാനായിട്ട് കഴിയും. ഇന്ന് ഒരു തെങ്ങിൽ നിന്ന് 10 ഒരു കുലയിൽ 10 15 തേങ്ങ കിട്ടുകയാണെങ്കിൽ അന്ന് 1000കണക്കിന് തേങ്ങയായിരിക്കും ഒരു കുലയിൽ ഉണ്ടാകുക. അത് താങ്ങുവാനുള്ളതായ കരുത്ത് ഒരു തെങ്ങിനുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ കാർഷിക വിളകളെല്ലാം എന്ത് ചെയ്യും? വർദ്ധിക്കാനിടയാകും. മാത്രമല്ല, കർത്താവ് ഭരിക്കുമ്പോ മാംസഭുക്കുകളായിരിക്കുന്നതായ ഒരു മൃഗവും ഉണ്ടായിരിക്കുകയില്ല. എല്ലാ മൃഗങ്ങളും, സിംഹം കാളയെ പോലെ പുല്ല് തിന്നും. കരടിയും ആടും ഒന്നിച്ച് കിടക്കും. പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. ശത്രുതയില്ല. ആർക്കും
ചത്തതില്ലാത്തതിന് കാരണം എന്താ? ആരെയും കൊല്ലേണ്ട ആവശ്യം വരുന്നില്ല. മാംസഭുക്ക് അവരുടെ മൃഗങ്ങളുടെയും മനുഷ്യന്റെയും ശാരീരികമായ ഘടനയ്ക്ക് വ്യത്യാസം വരും. എല്ലാം മാംസം വിട്ടുകളഞ്ഞ സസ്യ ഭുക്കുകളാകത്തക്ക രീതിയിൽ അവരുടെ ശരീരത്തിന് വ്യത്യാസം വരും. അതാണ് തേജസ്സിന്റെ പുത്രന്മാർ വരുമ്പോ ഇവിടെ സംഭവിക്കുന്നതായ കാര്യമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോ ഭൂമിയുടെ അവസ്ഥയ്ക്ക് തന്നെ ഭേദം വരുവാനായിട്ടിടയാകും. ആ സിംഹാസനം വെച്ച് കഴിയുമ്പോ ഭൂമിയിലെങ്ങും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും തെക്ക് നിന്ന് വടക്ക് വരെയും സമാധാനം സ്ഥാപിക്കപ്പെടുവാനായിട്ടിടയാകും. അവിടെ അതിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് എഴുതിയിരിക്കുന്നത്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയുമെന്നാണ്. ഇന്ന് എവിടെ നോക്കിയാലും സമാധാനം, ഇന്ന് ഒരിടത്തും സമാധാനമില്ല. പക്ഷേ കർത്താവ് ഭൂമിയെ ഭരിക്കുന്നതായ 1000 വർഷം ഭൂമിയിലെങ്ങ് നോക്കിയാലും സമാധാനമായിരിക്കും. ആ 1000 വർഷം ഭരിക്കേണ്ടതിന് വേണ്ടിയുള്ള സിംഹാസനം വെക്കുകയാണ് 12ാമത്തെ ആ സംഭവം. ഭൂമിയുടെ ശുദ്ധീകരണവും വിശുദ്ധന്മാരുടെ യെരൂശലേമിലേക്കുള്ളതായ മടങ്ങിവരവും സിംഹാസന സ്ഥാപനവും. പ്രൈസ് ദി ലോർഡ്. ഇനി ആ സിംഹാസനം വെച്ചാൽ നടക്കുന്നതായ വിഷയമാണ് 13ാമത്തെ വിഷയം. 13ാമത്തെ വിഷയം എന്ന് പറയുന്നത് ജാതികളുടെ ന്യായവിധിയാണ്. ജാതികളുടെ ന്യായവിധി, അത് ജഡ്ജ്മെന്റ് ഓഫ് ദി നേഷൻസ് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാജ്യങ്ങളെ, ജാതികൾ എന്ന് പറയുന്നത് രാജ്യങ്ങളെ ന്യായം വിധിക്കുകയാണ്. ആ സിംഹാസനത്തിന് മുമ്പിൽ തേജസ്സിന്റെ സിംഹാസനം വെക്കുന്നതായ ആ അനുഭവം നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വാക്യം വായിക്കുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 32, 33 വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം, ബുക്ക് ഓഫ് മാർക്ക്, ചാപ്റ്റർ 25, verses 32 and 33. 32, 33 വാക്യങ്ങൾ. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവനവര് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുകയും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു; ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ഇനി അത് തുറന്ന് താഴോട്ട് ഈ രണ്ടു കൂട്ടരോടും പറയുന്ന കാര്യങ്ങളും രണ്ടു കൂട്ടറിന് കൊടുക്കുന്നതായ റിപ്ലൈയുമാണ് നമുക്ക് കർത്താവ് പറഞ്ഞതായ ആ വിഷയത്തുള്ളതായ ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. മനുഷ്യപുത്രൻ തേജസ്സോടെ ഇറങ്ങി വരുന്നതും തേജസ്സിന്റെ സിംഹാസനം വെക്കുന്നതും ആയ കാര്യം. ആ തേജസ്സിന്റെ സിംഹാസനം വെക്കുന്നതായ വിഷയമാണ് നമ്മൾ 12ാമത്തെ സംഭവമായി വായിച്ചത്. ഇനി നമ്മൾ ചിന്തിക്കുന്ന 13ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ തേജസ്സിന്റെ സിംഹാസനം കൊണ്ട്, അല്ലെങ്കിൽ സിംഹാസനത്തിന്റെ മുമ്പിൽ നടക്കുന്നതായ കാര്യം. തന്റെ വാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ് 1000 വർഷത്തെ കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ച ഈ ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് അന്നുണ്ടായിരുന്നതായ ജനത്തിന്റെ മേൽ ഒരു ന്യായവിധി കൽപ്പിക്കുന്നതായ ആ സന്ദർഭമാണ് നമുക്ക് ആ സിംഹാസനത്തിൽ നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്. എന്താ വായിച്ചത്? സകല രാജ്യങ്ങളെ, ജാതികളെ എന്ന് പറയുമ്പോൾ സകല നേഷൻസിനെയും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ആ സകല രാജ്യങ്ങളെയും കൂട്ടിവരുത്തും. എന്നിട്ട് കർത്താവ് ഈ രാജ്യങ്ങളെ പ്രത്യേക നിബന്ധന പ്രകാരം കർത്താവ് ഈ രാജ്യങ്ങളെ വേർതിരിപ്പാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാര് ചെയ്യുന്നതായ ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. തങ്ങളുടെ ആട്ടിൻകൂട്ടത്തിൽ ശാന്തരും അതുപോലെ ഫലം കൊടുക്കുന്നതുമായ ചെമ്മരിയാടുകൾ, ശാന്തരായിരിക്കുന്നതായ ചെമ്മരിയാടുകളുണ്ട്. ആ ചെമ്മരിയാടുകളെ സന്ധ്യാസമയത്ത്
ഇടയൻ കെട്ടിയിരിക്കുന്നതായ വേല് തിരിച്ച് കെട്ടിയിരിക്കുന്നതായ തന്റെ കൂടാരത്തിനുള്ളിലേക്ക്, ആ ആടിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നതായ കൂടാരത്തിനുള്ളിലേക്ക് ഈ ചെമ്മരിയാടുകളെ കയറ്റും. പക്ഷേ ഈ കോലാടുകളെ അനുസരിക്കാത്തതായ, അല്ലെങ്കിൽ ഈ മേട് കാണിക്കുന്നതായ കോലാടുകളെ എന്താ ചെയ്യുന്നത്? അത് ആ കെട്ടിയിരിക്കുന്നതായ കൂടാരത്തിന് വെളിയിൽ, പുറം പറമ്പിൽ അല്ലെങ്കിൽ വെളിയിലുള്ളതായ പ്രദേശത്ത് അതിനെ പാർപ്പിക്കുവാനിടയാകും. ഈ ഇടയന്റെ ശ്രദ്ധ മുഴുവനും, ഇടയന്റെ കരുതലും, ഇടയന്റെ പരിപാലനം മുഴുവനും ഈ കൂടാരത്തിനുള്ളിലേക്ക് കയറ്റിയതായ ചെമ്മരിയാടുകളുടെ മേലായിരിക്കുമ്പോൾ കോലാടുകൾക്ക് സംരക്ഷണമോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ളതായ ശ്രദ്ധയോ ഇടയൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയൻ കൊടുക്കുകയില്ല. അങ്ങനെ യഹൂദന്മാർക്ക് അവർ ഇടയന്മാരായതുകൊണ്ട്, അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുന്നവരായതുകൊണ്ട് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തക്കതായ രീതിയിൽ അവർ പറഞ്ഞാൽ മനസ്സിലാകേണ്ടതിന് വേണ്ടിയാണ് ഈ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും കാര്യം കർത്താവ് ഇവിടെ പറയാൻ കാരണം. ചെയ്യുന്ന കാര്യം ഇതാണ്: ഈ രാഷ്ട്രങ്ങളെ രണ്ടായിട്ട് തിരിക്കും. അതിലൊരു ഭാഗത്തെ വലതുവശത്തേക്കും മറ്റേ ഭാഗത്തെ ഇടതുവശത്തേക്ക് മാറ്റും. ഇതിൽ ആരില്ല? ഇതിൽ ഒന്ന്, ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തും ദൈവത്തിന്റെ സഭയായ നമ്മളില്ല എന്നുള്ള കാര്യം ഓർക്കണം. നമ്മൾ ആരാണ്? കർത്താവിന്റെ സിംഹാസനത്തോട് ചേർന്ന് കർത്താവിനോടൊപ്പം ഭരിക്കേണ്ടതായ കർത്താവിന്റെ മണവാട്ടിയാണ് നമ്മൾ. തൊട്ടടുത്ത് യഹൂദന്മാർ നിൽപ്പുണ്ട്. അവരും ഈ ചെമ്മരിയാടുകളുടെയോ കോലാടുകളുടെയോ കൂട്ടത്തിൽ പെടുകയില്ല. ഈ രണ്ടു കൂട്ടത്തിലും പെടാതിരിക്കുന്നതായ ജാതികളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ വെച്ച് വേർതിരിക്കുന്നത്. ഇങ്ങനെ വേർതിരിക്കുവാനുള്ളതായ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, നമ്മൾ അത് തൊട്ടു താഴോട്ടുള്ളതായ ഭാഗം വായിക്കുമ്പോ വലത്തുള്ളവരോട് പറഞ്ഞത്, ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ ആഹാരം കഴിക്കാൻ പട്ടിണിയോടെ നിങ്ങളുടെ മുമ്പിൽ വന്നു, നിങ്ങൾക്ക് ആഹാരം തന്നു, കിടക്കുവാൻ ഇടമില്ലാതെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ പാർപ്പിടം തന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. അതുകൊണ്ട് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ എന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പീൻ. എന്താണ് ആ പിതാവിന്റെ രാജ്യം? ഇപ്പോ സ്ഥാപിക്കുന്നതായ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനിരിക്കുന്ന 1000 വർഷം ഭരിക്കുവാനിരിക്കുന്നതായ ആ സഹസ്രാബ്ദ വാഴ്ചയിലുള്ളതായ ഭൂമിയാണ് ഭൂമിയിലെ സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തിലേക്ക് വലതുവശത്തുള്ളവരെ പ്രവേശിപ്പിക്കും. കർത്താവ് പറഞ്ഞതായ കാര്യം ഇതാണ്. അവർ ചോദിക്കുന്നത്, കർത്താവെ, എപ്പോഴാണ് അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ നഗ്നനായി വന്നത്? എപ്പോഴാണ് അങ്ങ് ആഹാരം കഴിക്കാതെ വന്നത്? എപ്പോഴാണ് താമസമില്ലാതെ വന്നത്? ഞങ്ങൾ അങ്ങനെ ഒരാളിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ കർത്താവ് അടുത്ത് നിൽക്കുന്ന യഹൂദന്മാരെ ചൂണ്ടിക്കൊണ്ട് പറയും, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ ഭൂമിയിൽ എല്ലായിടവും ചിതറിപ്പോകുന്നതായ യഹൂദന്മാരെ, അവർക്ക് വേണ്ടതായ സഹായം ചെയ്യുന്നതായ ഏതൊക്കെ ആൾക്കാരുണ്ടോ ആ യഹൂദന്മാർക്ക് സഹായം ചെയ്തു, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് സഹായം ചെയ്തു എന്നുള്ളതായ ആ അടിസ്ഥാനത്തിൽ അവർ വലതുവശത്തേക്ക് മാറ്റപ്പെടുമ്പോ യഹൂദന്മാരെ ശ്രദ്ധിക്കാതെ അവർക്ക് തിന്മയായത് ചെയ്ത് അവരെ കൊല്ലുവാൻ കൂട്ടുനിന്ന് അവരുടെ സമ്പത്തുകളെ അപഹരിച്ച് അവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി എവിടെ കണ്ടാലും അവരെ കൊന്നുകളയണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് അവരുടെ പുറകെ വാളുമായിട്ട് പോയതായ രാജ്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ രാജ്യങ്ങളെയെല്ലാം ഇടതുവശത്തേക്ക് മാറ്റും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വന്നു, നിങ്ങളുടെ കണ്ണുകൾ കണ്ടില്ല. ഞാൻ ഇന്ന രീതിയിൽ വന്നു, എന്നെ നിങ്ങൾ കൈക്കൊണ്ടില്ല. നിങ്ങൾ എന്നെ കൈക്കൊള്ളാത്തത് കൊണ്ട് പിശാചിനും ദുഷ്ടന്മാർക്കും സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതായ നിത്യനാശത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരെ ഉള്ളവരെ പുറത്തുള്ളതായ ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അപ്പൊ അവർ ചോദിക്കും, കർത്താവെ, എപ്പോഴാണ് നീ ഞങ്ങളുടെ അടുക്കൽ വന്നത് നഗ്നനായി? എപ്പോഴാണ് ആവശ്യക്കാരനായി വന്ന് ചോദിക്കുമ്പോ പറയും, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യാതിരുന്നത്
നിങ്ങൾ എനിക്ക് ചെയ്യാതിരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉള്ളതായ ആ ന്യായവിധിയാണ് 13ാമത്തെ സംഭവം. ഇവിടെ ഒരു ദൂതും കൂടെ പറഞ്ഞ് ഞാൻ ചിന്ത അവസാനിപ്പിക്കുന്നു. എളിയവരോട് ചെയ്യുന്നതായ വിഷയങ്ങളാണ് കർത്താവ് നമുക്ക് ന്യായവിധിക്ക് എടുക്കുന്നതായ ഒരു കാര്യം. ദൈവജനമായ നാമം ശ്രദ്ധിക്കുന്നത് വചനത്തിൽ വായിക്കുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവനെ അനർത്ഥ ദിവസങ്ങളിൽ നിന്ന് വിടുവിക്കും. അനർത്ഥ ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അതിൽ നിന്നൊരു വിടുതൽ, അതിൽ നിന്നൊരു പൂർണ്ണമായ നന്മ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഒരുക്കേണ്ടതുണ്ട്. എളിയവരോട് ദയ കാണിച്ച്, എളിയവരോട് നന്മ കാണിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.